ഗ്രാമം തണലൊരുക്കട്ടെ, ബാല്യം സഫലമാകട്ടെ എന്ന ആശയം പ്രചരിപ്പിച്ചുകൊണ്ട് ഈ വർഷത്തെ ജന്മാഷ്ടമി ഇവിടെ കൊല്ലം ജില്ലയിൽ തന്നെ പല പ്രദേശങ്ങളിലും ജന്മാഷ്ടമിയോടനുബന്ധിച്ച് ബാലഗോകുലത്തിൻ്റെ നേതൃത്വത്തിൽ ഘോഷയാത്രകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഭാരതമൊട്ടുക്ക് വളർന്നു കിടക്കുന്ന വലിയ ഒരു സാംസ്കാരിക സംഘടനയാണ് ബാലഗോകുലം. ബാലഗോകുലത്തിൻ്റെ നേതൃത്വത്തിൽ കൊച്ചുകുട്ടികൾ ഉൾപ്പെടെ മുതിർന്നവരുൾപ്പെടെ ശ്രീകൃഷ്ണ വേഷവും രാധയുടെ വേഷവും ഒക്കെ ധരിച്ചുകൊണ്ട് ഘോഷയാത്ര ജില്ലയുടെ പല ഭാഗങ്ങളിൽ നടക്കുന്നതാണ്. ഇന്നിവിടെ കൊല്ലത്ത് അതിൻ്റെ ഭാഗമായിട്ട് കൊല്ലത്ത് തന്നെ വിവിധ പ്രദേശങ്ങളിലുള്ളവർ കുട്ടികളും ഒരു വയസ്സ് മുതലുള്ള കുട്ടികളും ചെറുകുട്ടികളും ഉൾപ്പെടെ മുതിർന്ന കുട്ടികളും എല്ലാം ചേർന്ന് ശ്രീകൃഷ്ണ വേഷം ധരിച്ചുകൊണ്ടും രാധയുടെ വേഷം ധരിച്ചുകൊണ്ടും സാംസ്കാരികമായിട്ട് കുട്ടികൾ അവബോധം വളർത്താൻ വേണ്ടിയും കുട്ടികൾ മൂല്യച്യുതിയോട് വളർന്നു വരാൻ വേണ്ടിയും ബാലഗോകുലം ഒരു വർഷം അവരെ ബാലഗോകുലത്തിൽ പഠിച്ച കഥകളും കാര്യങ്ങളും എല്ലാമായിട്ട് ഈ ഘോഷയാത്രയായിട്ട് കൊല്ലം നഗരത്തിൻ്റെ ഭാഗങ്ങളിൽ കൂടെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. വളരെ ജനത്തിരക്കും വളരെയധികം ഭക്ത ആദരപൂർവ്വം കൃഷ്ണൻ്റെ ജന്മാഷ്ടമിയായി ഇന്ന് ആഘോഷിച്ചുകൊണ്ടിരിക്കുക. ആദ്യമായിട്ടാണോ കൃഷ്ണവേഷം കിട്ടുന്നത്? ആണോ? കഴിഞ്ഞ വർഷം കിട്ടിയായിരുന്നോ? ആണോ? എല്ലാ വർഷവും കിട്ടുമോ? കൃഷ്ണനായിട്ടാണോ എപ്പോഴും കിട്ടുന്നത്? രാധയായിട്ട് കിട്ടത്തില്ലേ? അതോ കൃഷ്ണവേഷമോ കിട്ടത്തുള്ളൂ? ആ ആ ആ മതി മതി വീടെടുത്തില്ല. എല്ലാ വർഷവും ബാലഗോകുലത്തിൻ്റെ നേതൃത്വത്തിൽ രാജ്യമൊട്ടുക്ക് തന്നെ കുട്ടികളെ കൊണ്ട് ഈ കൃഷ്ണവേഷം ധരിപ്പിച്ചുകൊണ്ട് നല്ല രീതിയിൽ അവരെ മൂല്യങ്ങൾ പഠിപ്പിക്കാനും അവർ തെറ്റുകളിലേക്ക് പോകാതിരിക്കാനും നല്ല രീതിയിൽ വളർന്നു വരാനും ഒക്കെ വേണ്ടിയുള്ള ഒരു ആശയത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ പ്രാവശ്യവും ബാലഗോകുലം ഭംഗിയായിട്ട് വളരെ കുട്ടികളുടെയും ജനങ്ങളുടെയും തിരക്ക് വർദ്ധിച്ചിരിക്കുകയാണ്. വളരെയധികം ജനത്തിരക്ക് വലിയൊരു ഘോഷയാത്ര തന്നെയാണ് കൊല്ലം ജില്ലയുടെ പല ഭാഗത്ത് നടക്കുന്നതിൽ ടൗണിൽ നടക്കുന്ന ഒരു ഘോഷയാത്രയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. കർമ്മ ന്യൂസ് രാമഭദ്രൻ.